ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഷ്യൻ ടെമ്പറേച്ചർ ആൻഡ് സലൈനിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഷ്യൻ ഫ്ലോർ കോൺഫിഗറേഷനാണ് കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓഷ്യൻ ടെമ്പറേച്ചറും സലൈനിറ്റിയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഷ്യനാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സലൈനിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 4 ഫാക്ടേഴ്സാണ്. അതായത് ഓഷ്യൻ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 4 ഫാക്ടേഴ്സാണ്. 1 ലാറ്റിറ്റ്യൂഡ്, 2 അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, 3 പ്രിവൈലിംഗ് വിൻഡ്, 4 ഓഷ്യൻ കറൻറ്റ്സ്. ഇനി ഇത് ഓരോന്നും എങ്ങനെ ഓഷ്യൻ വാട്ടർ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നോക്കാം. ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. കാരണം എന്താ? സോളാർ ഇൻസുലേഷൻസ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓഷ്യനിലെയും ടെമ്പറേച്ചർ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യും ബിക്കോസ് ഓഫ് വേരിയേഷൻസ് ഇൻ സോളാർ റേഡിയേഷൻസ്. ഇനി സെക്കൻഡ് പോയിൻ്റാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതായത് നമുക്കറിയാം ഇതൊരു ലാൻഡ് ഏരിയ ആണ്. ഈ ലാൻഡ് ഏരിയയിൽ സമ്മർ സീസണിൽ, ഓക്കെ, അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഇതൊരു ട്രോപ്പിക്കൽ റീജിയനിൽ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 0 to 23.5 സ്ഥലങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ട്രോപ്പിക്കൽ ഏരിയയിലെ ഒരു ലാൻഡ് മാസ് അല്ലെങ്കിൽ സമ്മർ സീസണിൽ ഒരു ലാൻഡ് മാസിൽ ടെമ്പറേച്ചർ എപ്പോഴും കൂടുതലായിരിക്കും, അല്ലേ? ട്രോപ്പിക് സീസണിലെ ലാൻഡ് മാസിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, കാരണം സോളാർ ഇൻസുലേഷൻസ് നന്നായി റിസീവ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ സമ്മർ സീസണിലും ലാൻഡിൽ ചൂട് കൂടും, കാരണം ലാൻഡ് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഈ ഒരു ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഓഷ്യനിൽ ടെമ്പറേച്ചർ കൂടുതൽ ആയിരിക്കും. എന്നാൽ ലാൻഡിൽ നിന്ന് അകലും തോറും ടെമ്പറേച്ചർ കുറയുന്നതായി കാണാനായി സാധിക്കും. ഇനി മറ്റൊരു കേസ്, അതായത് ഈ ട്രോപ്പിക്സിന് പകരം ഇതൊരു ടെമ്പറേറ്റ് റീജിയൻ ആണ് എന്ന് വിചാരിക്കുക. ഇതൊരു ടെമ്പറേറ്റ് റീജിയൻ ആണ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇതൊരു വിൻ്റർ സീസണാണ് എന്ന് വിചാരിക്കുക. ഇതൊരു വിൻ്റർ സീസണാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വിൻ്റർ സീസണിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറവായിരിക്കും, ലാൻഡിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ടെമ്പറേറ്റ് റീജിയൻ, അതുപോലെ തന്നെ നമുക്ക് പോളാർ റീജിയൻ എടുക്കാം. ഓക്കെ, ടെമ്പറേറ്റ് പിന്നെ സീസണലാണ്, ടെമ്പറേറ്റ് റീജിയൻ കുറച്ചുകൂടെ സീസണലാണ്. അപ്പോൾ നമുക്ക് പോളാർ റീജിയൻ എടുക്കാം. ഒരു പോളാർ റീജിയനിലെ ലാൻഡ് മാസ്, അതുപോലെ തന്നെ അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ഓഷ്യൻസിലും ടെമ്പറേച്ചർ കുറവായിരിക്കും. എന്നാൽ അതിൽ നിന്ന് അകലും തോറും ഓഷ്യൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഇനി അടുത്ത പോയിൻ്റാണ് പ്രിവൈലിംഗ് വിൻഡ്സ്. വിൻഡ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ, ഓഷ്യൻ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വിൻഡ് 2 തരം വിൻഡുകളുണ്ട്. നമ്മൾ ലോക്കൽ വിൻഡുകളെ കുറിച്ച് പഠിച്ചതാണ്. ലോക്കൽ വിൻഡുകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഹോട്ട് വിൻഡും ഉണ്ട്, കോൾഡ് വിൻഡും ഉണ്ട്. ഓർക്കുന്നുണ്ടോ? ഹോട്ട് വിൻഡിൻ്റെ എക്സാമ്പിളാണ് ലൂ, സിറോക്കോ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചൊരു വിൻഡാണ് സിറോക്കോ. സിറോക്കോ എന്ന് പറയുന്ന വിൻഡ് സഹാറ ഡെസേർട്ടിൽ നിന്നും മെഡിറ്ററേനിയനിലോട്ട് അടിക്കുന്ന വിൻഡുകളാണ്. അപ്പോൾ സഹാറ ഡെസേർട്ടിൽ നിന്ന് മെഡിറ്ററേനിയനിലോട്ട് അടിക്കുന്ന ഈ സിറോക്കോ വിൻഡ് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. അത് സ്വാഭാവികമായിട്ടും മെഡിറ്ററേനിയൻ ഓഷ്യൻ്റെ ചൂട് കൂട്ടും. അപ്പോൾ വിൻഡ് കോൾഡ് വിൻഡാണ് ഓഷ്യൻ സർഫസിൽ അടിക്കുന്നതെങ്കിൽ അത് ഓഷ്യൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കും. ഹോട്ട് വിൻഡാണ് നമ്മുടെ ഓഷ്യൻ്റെ മുകളിൽ അടിക്കുന്നതെങ്കിൽ അത് ടെമ്പറേച്ചർ കൂട്ടും. ഓക്കെ, എക്സാമ്പിളാണ് സിറോക്കോ വിൻഡ്, സഹാറയിൽ നിന്നും മെഡിറ്ററേനിയനിലോട്ട് അടിക്കുന്ന വിൻഡ്. അത് ഹോട്ട് വിൻഡാണ്, അത് മെഡിറ്ററേനിയൻ ഓഷ്യൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. അതുപോലെ തന്നെയാണ് ഓഷ്യൻ കറൻസ്. ഓഷ്യൻ കറൻസ് 2 തരം ഓഷ്യൻ കറൻസുകളാണുള്ളത്. നിങ്ങൾക്കറിയാം, കോൾഡ് ഓഷ്യൻ കറണ്ടും അതുപോലെ തന്നെ വാം ഓഷ്യൻ കറണ്ടും. കോൾഡ് ഓഷ്യൻ കറണ്ടും വാം ഓഷ്യൻ കറണ്ടും. കോൾഡ് ഓഷ്യൻ കറണ്ട് പോകുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കുറയും. വാം ഓഷ്യൻ
ഓഷൻ കറണ്ട് പോകുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ കോൾഡ് ഓഷൻ കറണ്ടുകൾ പോകുന്ന സ്ഥലങ്ങളിൽ ഓഷൻ ടെമ്പറേച്ചർ കുറയും. വാം ഓഷൻ കറണ്ട് പോകുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടും. ഇതാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 2 തരത്തിലാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻസ് ഓഷനിൽ നോക്കുക. ഒന്ന് വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ടെമ്പറേച്ചറിന് എന്ത് മാറ്റം വരുന്നു എന്ന് നോക്കും. രണ്ടാമത്തേത് നമ്മൾ നോക്കുന്നത് ഹൊറിസോണ്ടലിയാണ്. അപ്പോൾ 2 രീതിയിലാണ് ടെമ്പറേച്ചർ വേരിയേഷൻസ് നമ്മൾ ഓഷനിൽ നോക്കുക. ഒന്ന് വെർട്ടിക്കലി, 2 ഹൊറിസോണ്ടലി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ നോക്കാം. നമുക്കറിയാം ഓഷനിൽ താഴോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. കാരണം എന്താ? അവിടെ ഓഷനിൽ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ സോളാർ ഇൻസൊലേഷൻസ് ആണ്. നമുക്കറിയാം ഓഷൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ സോളാർ ഇൻസൊലേഷൻസ് റിസീവ് ചെയ്യപ്പെടുന്നത്. ഓഷൻ്റെ അടിത്തട്ടിലോട്ട് പോകുന്തോറും സോളാർ ഇൻസൊലേഷൻസിൻ്റെ അളവ് കുറയുന്നു. ഓഷൻ്റെ ബോട്ടത്തിലോട്ട് പോകുന്തോറും സൂര്യപ്രകാശം കുറയുന്നു. സൂര്യപ്രകാശം കുറയുന്നതനുസരിച്ച് ഓഷൻ്റെ ടെമ്പറേച്ചറും കുറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ അനുസരിച്ച് ഓഷന് നമുക്ക് 3 ലെയേഴ്സായിട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ ഈ ഫസ്റ്റ് ലെയറിനെ പറയുന്നതാണ് അപ്പർ ലെയർ, ദെൻ തെർമോക്ലൈൻ, ദെൻ ഡീപ്പ് ലെയർ. 1, 2, 3 ലെയേഴ്സാണ് ഓഷനിൽ ഫോം ചെയ്യുക. ടെമ്പറേച്ചർ അനുസരിച്ച് 3 ലെയേഴ്സാണ് ഓഷനിൽ ഫോം ചെയ്യുക. ഏറ്റവും താഴത്തെ ലെയറിനെ നമ്മൾ ഡീപ്പ് ലെയർ എന്ന് വിളിക്കും. മിഡിൽ ലെയറിനെ നമ്മൾ തെർമോക്ലൈൻ എന്നാണ് വിളിക്കുക. ഏറ്റവും മുകളിലത്തെ ലെയറിനെ നമ്മൾ സർഫസ് ലെയർ എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ പിക്ചറിൽ മുകളിൽ കാണിച്ചിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് ടെമ്പറേച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇങ്ങോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ കുറവായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇനി ഈ സൈഡിൽ കാണിച്ചേക്കുന്നത് ഡെപ്താണ്. ഡെപ്ത്ത് താഴോട്ട് പോകുന്തോറും കൂടി വരുന്നു, മുകളിൽ ഡെപ്ത്ത് കുറവാണ്. ഇങ്ങനെയാണ് ഈ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സർഫസ് ലെയേഴ്സിൽ, അതായത് അധികം ഡെപ്ത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും മുകളിലായിട്ട്, സമുദ്രത്തിൻ്റെ മുകളിലായിട്ട് ഗ്രാജ്വലിയാണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത്. സമുദ്രത്തിൻ്റെ മുകളിൽ സർഫസ് ലെയേഴ്സിൽ ഗ്രാജ്വലിയാണ് ടെമ്പറേച്ചർ കുറയുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറയുമ്പോൾ സഡൻലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ആ സഡൻ ഡിക്രീസിങ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളെയാണ് തെർമോക്ലൈൻ എന്ന് പറയുക. തെർമോ മീൻസ് ടെമ്പറേച്ചർ, ക്ലൈൻ മീൻസ് ഡിഫറൻസ്. അപ്പോൾ തെർമോക്ലൈൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് തെർമോക്ലൈൻ എന്ന് പറയുന്നത്. ഇനി ഡീപ്പ് ലെയേഴ്സിലോട്ട് വരുന്തോറും വീണ്ടും ഗ്രാജ്വലി ആണ് ടെമ്പറേച്ചർ കുറയുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓഷൻ സർഫസിലും ഓഷൻ്റെ ഡീപ്പ് ലെയേഴ്സിലും ടെമ്പറേച്ചർ ഗ്രാജ്വലി ആണ് ചേഞ്ച് ചെയ്യുക. സർഫസ് ലെയറിനും ഡീപ്പ് ലെയറിനും ഇടയിലുള്ള തെർമോക്ലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ടെമ്പറേച്ചർ സഡൻലി ആണ് ചേഞ്ച് ചെയ്യുന്നത്. അവിടെ സഡൻലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഇനി തെർമോക്ലൈൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 100 to 400 മീറ്റേഴ്സാണ് വരിക. ഏകദേശം 100 to 400 മീറ്റേഴ്സ് ഡെപ്തിലാണ് അല്ലെങ്കിൽ വിഡ്ത്തിലാണ് തെർമോക്ലൈൻ എന്ന ലെയർ സ്ഥിതി ചെയ്യുന്നത്. ഇത് സർഫസ് ലെയറിൻ്റെയും ഡീപ്പ് ലെയറിനും ഇടയിലുള്ള ഒരു ബൗണ്ടറി സോണാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ ഡിക്രീസസ് റാപ്പിഡ്ലി ഇൻ ദിസ് പർട്ടിക്കുലർ ലെയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. വെർട്ടിക്കലി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഓഷൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഹൊറിസോണ്ടലി വേരി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലാറ്റിറ്റ്യൂഡിനൽ വൈസ് ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കുന്നു, അതായത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുമ്പോൾ? അതിന് കാരണം സോളാർ ഇൻസൊലേഷൻസ് കുറയുന്നത് കൊണ്ടാണ്. ഇനി അടുത്തത് സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഓഷ്യന് ചൂട് കൂടുതൽ. സദേൺ ഹെമിസ്ഫിയറിനേക്കാളും ചൂട്
കൂടുതൽ ഓഷ്യന് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്തുകൊണ്ട്? കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് ഏരിയ കൂടുതലാണ്. അതുകൊണ്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൂട് കൂടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് ഇക്വേറ്ററിലല്ല. നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുക ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത് എന്നായിരിക്കും. എന്നാൽ ഇക്വേറ്ററിലല്ല ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ്. 20 ഡിഗ്രി ടു 40 ഡിഗ്രീസിനിടയിലാണ് ഏറ്റവും കൂടുതൽ ഓഷ്യൻ സർഫസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത്. അതിന് കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. സബ് ട്രോപ്പിക്കൽ ഭാഗങ്ങളിൽ മഴ പെയ്യാറില്ല, അവിടെ കൺവെക്ഷൻ ഉണ്ടാവാറില്ല, അവിടെ എയർ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് സബ്സൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൺവെക്ഷൻ എന്ന പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്യാറില്ല. മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ക്ലിയർ സ്കൈ ആയിരിക്കും. മാക്സിമം സോളാർ ഇൻസുലേഷൻസ് റിസീവ് ചെയ്യപ്പെടും. ഇപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ റെയിൻഫോൾ ഇല്ല, അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ സോളാർ ഇൻസുലേഷൻസിൻ്റെ അളവ് കൂടുതലാണ് മേഘങ്ങളില്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ സബ് ട്രോപ്പിക്സ് ആണ്. ഓഷ്യൻ്റെ കേസിലും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ആണ്. ഇനി അടുത്തതാണ് സലൈനിറ്റി. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് സലൈനിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ ആണ്. എന്താണ് സലൈനിറ്റി എന്ന് പറയുന്നത്? സലൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ ഓഷ്യൻ വാട്ടർ. സീ വാട്ടറിൽ ഡിസോൾവ് ചെയ്തേക്കുന്ന സോൾട്ട് കണ്ടൻറ്റിനെയാണ് നമ്മൾ സലൈനിറ്റി എന്ന് പറയുന്നത്. സലൈനിറ്റി ഈസ് ദി ടേം യൂസ്ഡ് ടു ഡിഫൈൻ ദി ടോട്ടൽ കണ്ടൻറ്റ് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട് ഇൻ സീ വാട്ടർ. ഇനി എങ്ങനെയാണ് ഇത് അളക്കുന്നത്? 1000 ഗ്രാം ഓഫ് സീ വാട്ടറിൽ എത്ര ഗ്രാം സോൾട്ട് ഉണ്ട് എന്ന രീതിയിലാണ് സോൾട്ട് കണ്ടൻറ്റ് അളക്കുന്നത്. എങ്ങനെയാണ് സോൾട്ട് കണ്ടൻറ്റ് അളക്കുന്നത്? അതായത് 1000 ഗ്രാം സീ വാട്ടറിൽ എത്ര ഗ്രാം സോൾട്ട് ഉണ്ട് എന്നതാണ് നമ്മൾ അളക്കുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് പാർട്സ് പെർ 1000 ആണ്. PPTയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ സലൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതായത് ഓഷ്യൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്തേക്കുന്ന സോൾട്ട് കണ്ടൻറ്റിനെയാണ് സലൈനിറ്റി എന്ന് പറയുന്നത്. അത് അളക്കുന്നത് 1000 ഗ്രാം ഓഫ് സീ വാട്ടറിൽ എത്ര ഗ്രാം സോൾട്ട് ഉണ്ട് എന്നതാണ്. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് PPT ഓർ പാർട്സ് പെർ 1000 എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സലൈനിറ്റി. എന്തൊക്കെ ഫാക്ടേഴ്സാണ് സലൈനിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നത്? സലൈനിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ഇവാപ്രേഷൻ. നമുക്കറിയാം ഇവാപ്രേഷൻ കൂടുമ്പോൾ ഫ്രഷ് വാട്ടർ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവാപ്രേഷൻ കൂടുമ്പോൾ സലൈനിറ്റി കൂടുന്നു. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇവാപ്രേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സലൈനിറ്റിയിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഇവാപ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ സലൈനിറ്റി കൂടും, കാരണം ഫ്രഷ് വാട്ടർ നഷ്ടപ്പെടും. അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സലൈനിറ്റി കുറയുന്നു. ദെൻ അടുത്തതാണ് ഇൻഫ്ലോ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്രം റിവേഴ്സ്. ഇൻഫ്ലോ ഓഫ് റിവേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലോ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്രം റിവേഴ്സ്. റിവേഴ്സിൽ നിന്ന് ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യപ്പെട്ടാൽ ആ സാഹചര്യത്തിലും സലൈനിറ്റി കുറയും. കാരണം നമുക്കറിയാം റിവേഴ്സിൽ നിന്ന് ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സലൈനിറ്റി കുറയുക എന്നാണ് അർത്ഥം. അടുത്തതാണ് പ്രിവൈലിംഗ് വിൻഡ്. വിൻഡ് വരുമ്പോൾ സലൈനിറ്റിയിൽ എന്ത് മാറ്റമാണ് വരിക? വിൻഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇവാപ്രേഷൻ സംഭവിക്കുക എന്നാണ്. അപ്പോൾ വിൻഡ് അടിക്കുമ്പോൾ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്തു പോകും, അത് സലൈനിറ്റി കൂടുന്നതിന് കാരണമാവും. അപ്പോൾ വിൻഡ് കൂടിക്കഴിഞ്ഞാൽ സലൈനിറ്റി കൂടും, കാരണം വാട്ടർ ഇവാപ്രേറ്റ് ചെയ്യപ്പെടും.
അടുത്തതാണ് ഓഷ്യൻ കറൻസ്. ഓഷ്യൻ കറൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വാം ഓഷ്യൻ കറണ്ട്. വാം ഓഷ്യൻ കറണ്ട് പോകുന്ന സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? വാം ഓഷ്യൻ കറൻസ് ആണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇവാപ്രേഷൻ നടക്കും. കാരണം വാം ഓഷ്യൻ കറണ്ടാണ് പോകുന്നത്. ഇവാപ്രേഷൻ കൂടും, അത് സലൈനിറ്റി കൂട്ടും. ദെൻ കോൾഡ് ഓഷ്യൻ കറണ്ട്. കോൾഡ് ഓഷ്യൻ കറണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ കോൾഡ് ഓഷ്യൻ കറണ്ട് ഉണ്ടാവുന്നത് തന്നെ ഐസ് മെൽറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യപ്പെടുക എന്നാണ്. അപ്പോൾ കോൾഡ് ഓഷ്യൻ കറണ്ട് ഫ്രഷ് വാട്ടർ ആണ്, അങ്ങനെയെങ്കിൽ സലൈനിറ്റി കുറയും. അപ്പോൾ ഇവാപ്രേഷൻ കൂടിയാൽ സലൈനിറ്റി കൂടും, കാരണം ഫ്രഷ് വാട്ടർ നഷ്ടപ്പെടും. പ്രസിപ്പിറ്റേഷൻ കൂടിയാൽ, മഴ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യപ്പെടും, സലൈനിറ്റി കുറയും. ദെൻ ഇൻഫ്ലോ ഓഫ് റിവേഴ്സ്. റിവേഴ്സ് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യപ്പെടും, സലൈനിറ്റി കുറയും. വിൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവാപ്രേഷൻ കൂടും, സലൈനിറ്റി കൂടും. വാം ഓഷ്യൻ കറണ്ട്. വാം ഓഷ്യൻ കറണ്ടിന് ഇവാപ്രേഷൻ കൂടുതലാണ്, സലൈനിറ്റി കൂടും. കോൾഡ് ഓഷ്യൻ കറണ്ട് അത് ഐസ് മെൽറ്റ് ചെയ്തുണ്ടാവുന്ന വെള്ളമാണ്, അതുകൊണ്ട് തന്നെ സലൈനിറ്റി കുറയും. ഇനി 2 പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് ഫ്രീസിങ്ങും തോയിങ്ങും. അപ്പോൾ ഫ്രീസിങ് നടക്കുമ്പോൾ, ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻ സർഫസിലുള്ള ഫ്രഷ് വാട്ടറാണ് ഐസായി മാറുന്നത്. ഫ്രീസിങ് നടക്കുമ്പോൾ ഓഷ്യൻ സർഫസിൽ നിന്ന് ഫ്രഷ് വാട്ടർ ഐസായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും സലൈനിറ്റി കൂടും. ഇനി തോയിങ് എന്ന് പറഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യുന്നതിനെയാണ് തോയിങ് എന്ന് പറയുന്നത്. ഐസ് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്യപ്പെടുമ്പോൾ സലൈനിറ്റി കുറയും. അപ്പോൾ ഫ്രീസിങ് നടക്കുമ്പോൾ സലൈനിറ്റി കൂടും, തോയിങ് നടക്കുമ്പോൾ സലൈനിറ്റി കുറയും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മുടെ സലൈനിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷനും പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സലൈനിറ്റിയിൽ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷനും വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സലൈനിറ്റി. ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സലൈനിറ്റി എന്ന് പറയുമ്പോൾ ഓഷ്യനിൽ സാധാരണയായിട്ട് സലൈനിറ്റി 33-നും 37 ppt ഇടയിലാണ് നിൽക്കുന്നത്. യൂഷ്വലി ഓഷ്യൻ വാട്ടർ സലൈനിറ്റി ഈസ് ബിറ്റ്വീൻ 33 parts per 1000 to 37 parts per 1000. ഇനി ലോകത്തിൽ ഹൈ സലൈനിറ്റി റെക്കോർഡ് ചെയ്യുന്ന സീകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇത് പറയുന്നത് ഓപ്പൺ ഓഷ്യനുമായിട്ട് ബന്ധമുള്ള സീകളെ കുറിച്ചാണ്, ലാൻഡ് ലോക്ക്ഡ് സീസ് അല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൈ സലൈനിറ്റി ഉള്ള സീസാണ് റെഡ് സീ, നോർത്ത് സീ, മെഡിറ്ററേനിയൻ സീ. എന്തുകൊണ്ടാണ് ഈ ഓരോ സീസിലും ഹൈ സലൈനിറ്റി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. അപ്പോൾ റെഡ് സീയിൽ സലൈനിറ്റി കൂടുതലാണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ. ലാറ്റിറ്റ്യൂഡിനൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് സബ് ട്രോപ്പിക്കൽ ഏരിയയിലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ ഇവാപ്രേഷൻ കൂടുതലാണ്, ചൂട് കൂടുതലാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും സലൈനിറ്റി കൂടും. ഇനി റെഡ് സീ എന്ന് പറയുന്നത് ഭൂരിഭാഗം സൈഡിലും ലാൻഡ് ലോക്ക്ഡ് ആണ്, പക്ഷെ അതിന് ഇന്ത്യൻ ഓഷനുമായിട്ട് കണക്ഷൻ ഉണ്ട്. എന്നാലും ഭൂരിഭാഗം സ്ഥലത്ത് അത് ലാൻഡ് ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് റെഡ് സീയുടെ പിക്ചർ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡ് സീ. ഇതാണ് റെഡ് സീ. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് റെഡ് സീ എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് സീ ഇരിക്കുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. സഹാറ ഡെസേർട്ട് ഇരിക്കുന്ന അതേ പൊസിഷനിലാണ്. സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ചൂട് കൂടുതലാണ്, ഇവാപ്രേഷൻ കൂടും, സലൈനിറ്റി കൂടും. രണ്ടാമത്തെ കാര്യം, റെഡ് സീ ഇരിക്കുന്നത് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടാണ്. അതിന് ചെറിയൊരു കണക്ഷനേ ഉള്ളൂ ഇന്ത്യൻ ഓഷ്യനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സലൈനിറ്റി കൂടും. കാരണം ലാൻഡ് ലോക്ക്ഡ് ആകുമ്പോൾ ഓപ്പൺ സീ ആയിട്ട് കണക്ഷൻ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഓപ്പൺ സീ ആയിട്ട് കണക്ഷൻ വരുമ്പോൾ സലൈനിറ്റി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇവിടെ ഓപ്പൺ ഓഷനായിട്ട് കാര്യമായ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സലൈനിറ്റി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത സീ ആണ് നമ്മൾ പറഞ്ഞത് മെഡിറ്ററേനിയൻ സീ. കാണുന്നുണ്ടോ? അപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയന് തൊട്ടു മുകളിലായിട്ടാണ് മെഡിറ്ററേനിയൻ സീ ഇരിക്കുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയുടെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ അതിൻ്റെ സലൈനിറ്റി കൂടുന്നതിന് കാരണമാണ്. രണ്ടാമത്തെ കാരണം
മെഡിറ്ററേനിയൻ സീയും ലാൻഡ് ലോക്ക്ഡ് ആണ്. മെഡിറ്ററേനിയൻ സീയും ലാൻഡ് ലോക്ക്ഡ് ആണ്. അങ്ങനെയെങ്കിൽ മെഡിറ്ററേനിയൻ സീയിൽ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഓഷ്യനുമായിട്ട് ചെറിയൊരു കണക്ഷനേ വരുന്നുള്ളൂ. അതിവിടെയാണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടറിൻ്റെ ഇവിടെ, സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടറിൻ്റെ ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സലൈനിറ്റി കൂടും, കാരണം അത് മേജർലി ലാൻഡ് ലോക്ക്ഡ് ആണ്. ഇനി മൂന്നാമതൊരു കാരണവും കൂടി ഉണ്ട് മെഡിറ്ററേനിയൻ സീയുടെ ടെമ്പറേച്ചർ കൂടാൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറോക്കോ വിൻഡാണ്. സഹാറയിൽ നിന്ന് അടിക്കുന്ന ഹോട്ട് ഡ്രൈ വിൻഡായ സിറോക്കോ വിൻഡ്. അത് മെഡിറ്ററേനിയൻ്റെ മുകളിലോട്ട് അടിക്കുമ്പോൾ ഹോട്ട് വിൻഡാണ്. ഇവാപ്രേഷൻ്റെ അളവ് കൂട്ടും, സലൈനിറ്റി കൂട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നോർത്ത് സീനെ കുറിച്ചാണ്. നോർത്ത് സീയുടെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് നോർത്ത് സീയുടെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ, നോർത്ത് സീ ഇരിക്കുന്നത് ഇവിടെയാണ്, നിങ്ങൾക്ക് കാണാം. ലാറ്റിറ്റ്യൂഡിനൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പോളാർ റീജിയനോട് ചേർന്നാണ് നോർത്ത് സീ ഇരിക്കുന്നത്. പോളാർ റീജിയനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പം ലാറ്റിറ്റ്യൂഡിനൽ വൈസ് സലൈനിറ്റി കുറയണം. പക്ഷെ നോർത്ത് സീക്ക് സലൈനിറ്റി കൂടുതലാണ്. എന്തുകൊണ്ട്? അതിന് കാരണം ഇവിടെ നിന്ന് വരുന്ന ഒരു വാം ഓഷ്യൻ കറണ്ടാണ്. ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് വരുന്ന നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന വാം കറണ്ട്. അത് ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നാണ് വരുന്നത്. ഇക്വറ്റോറിയൽ റീജിയനിൽ സ്വാഭാവികമായിട്ടും സലൈനിറ്റി കൂടുതലായിരിക്കും. ആ സലൈനിറ്റി കൂടുതലുള്ള വെള്ളം നോർത്ത് സീയിലോട്ട് എത്തുന്നത് കൊണ്ടാണ് നോർത്ത് സീയുടെ സലൈനിറ്റി കൂടുന്നത്. അപ്പോൾ നോർത്ത് സീക്ക് ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷനും കൊണ്ടല്ല സലൈനിറ്റി കൂടുന്നത്, അത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന വാം കറണ്ട് അവിടെ വരെ എത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സീസ് നമുക്ക് പഠിക്കാനുള്ള. 3 സീസാണ് ഹൈ സലൈനിറ്റി റെക്കോർഡ് ചെയ്യപ്പെടുന്ന സീസ് എന്ന് പറയുന്നത്. റെഡ് സീ, റെഡ് സീയിൽ എന്തുകൊണ്ടാണ് ഹൈ സലൈനിറ്റി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? 1 ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ, 2 ലാൻഡ് ലോക്ക്ഡ്നെസ്. അടുത്തത് മെഡിറ്ററേനിയൻ സീ. അതിന് 3 കാരണങ്ങളാണ്. 1 ലാറ്റിറ്റ്യൂഡ്, 2 ലാൻഡ് ലോക്ക്ഡ്നെസ്, 3 സിറോക്കോ എന്ന ഹോട്ട് വിൻഡ്. ഇനി നോർത്ത് സീ. നോർത്ത് സീയിൽ സലൈനിറ്റി കൂടാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് വാം ഓഷ്യൻ കറണ്ടായ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സലൈനിറ്റി രേഖപ്പെടുത്തുന്ന ഇൻലൻഡ് ലേക്സും ഇൻലൻഡ് സീസും. ഇൻലൻഡ് ലേക്ക്, ഇൻലൻഡ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ക്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ട മെഡിറ്ററേനിയനും റെഡ് സീ ഒക്കെ ലാൻഡ് ലോക്ക്ഡ് ആണ്, പക്ഷെ കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ക്ഡ് അല്ല. അത് ചെറിയ രീതിയിൽ മറ്റ് ഓഷ്യൻസായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇനി പറയാൻ പോകുന്ന ലേക്സും സീസിൻ്റെയും പ്രത്യേകത അത് കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ക്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സലൈനിറ്റിയും ടെമ്പറേച്ചറും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാറില്ല. അതുകൊണ്ടാണ് അവിടുത്തെ സലൈനിറ്റി കൂടിക്കൂടി വരുന്നത്. അതുമാത്രമല്ല, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സീസിലോട്ട് റിവേഴ്സ് വന്ന് പതിക്കുമ്പോൾ ഒരുപാട് നാളുകൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് ഈ റിവേഴ്സ് വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മില്യൺ ഒന്നും വേണ്ട, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്, ഓക്കെ, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് റിവേഴ്സ് വന്ന് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവർ കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഇൻലൻഡ് സീസിലും ലേക്സിലും നിക്ഷേപിക്കപ്പെടും. അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട് ഈ സീയുടെയും ലേക്കിൻ്റെയും സലൈനിറ്റി കൂടും. കാരണം ഈ സീക്ക് വേറെ സീകളായിട്ട് ബന്ധമില്ല, വേറെ സീകളായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ സെഡിമെൻറ്റ്സ് അവിടെ കൂടിക്കിടന്ന് അത് സലൈനിറ്റി കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഓപ്പൺ ഓഷ്യനിലാണ് ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സും കൊണ്ട് സലൈനിറ്റി കുറയുക. ഓപ്പൺ ഓഷ്യനിലാണെങ്കിൽ റിവർ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ സലൈനിറ്റി കുറയും, കാരണം ആ സെഡിമെൻറ്റ്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പക്ഷേ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഓഷ്യൻസിലാണ് റിവർ വന്ന് വീഴുന്നതെങ്കിൽ, റിവർ വന്ന് ഡ്രെയിൻ ചെയ്യുന്നതെങ്കിൽ ആ റിവർ കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ് അവിടെ ഇട്ടിട്ട് അത് സലൈനായി മാറും. ഓക്കെ, ഇനി ഇൻലൻഡ് സീസും അതുപോലെ തന്നെ ലേക്സും ഹൈ സലൈനിറ്റി രേഖപ്പെടുത്തുന്ന ലേക്കുകളാണ്. ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഇൻ യു എസിലുള്ള ഗ്രേറ്റ് സോൾട്ട് ലേക്ക്. ഈ സ്ഥലങ്ങൾ പഠിച്ചോളണം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഇൻ യു എസ്. അതുപോലെ തന്നെ ഡെഡ് സീ ഇൻ
ഡെഡ് സി ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇസ്രായേലിനും ജോർഡനും ഇടയിലാണ്. ഇസ്രായേലിനും ജോർഡനും ഇടയിലാണ് ഡെഡ് സി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഡെഡ് സി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? അതായത് ഇസ്രായേലിനും ജോർഡനും ഇടയിൽ. ദെൻ ലേക്ക് വാൻ, അത് ടർക്കിയിലാണ്. ലേക്ക് വാൻ ടർക്കിയിലാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും സലൈനിറ്റി കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ആണെങ്കിൽ 220 ആണ് സലൈനിറ്റി. ഡെഡ് സി ആണെങ്കിൽ 240 ആണ്. ലേക്ക് വാൻ ആണെങ്കിൽ 330 PPT ആണ്. പാർട്സ് പെർ 1000 ആണ് സലൈനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹയർ സലൈനിറ്റി രേഖപ്പെടുത്തുന്ന ഓഷ്യൻസ്, അതായത് മെഡിറ്ററേനിയൻ ഓഷ്യൻ, നോർത്ത് സീ, റെഡ് സീ, അതുപോലെ തന്നെ ഇൻലൻഡ് ലേക്സ് ആൻഡ് സീസ്, ഗ്രേറ്റ് സോൾട്ട് ലേക്ക്, ഡെഡ് സീ, ലേക്ക് വാൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോ സലൈൻ റീജിയൻസ് ആണ്. ഹൈ സലൈനിറ്റി പറഞ്ഞു. ലോ സലൈൻ റീജിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സലൈനിറ്റി 0ക്കും 35നും ഇടയിൽ നിൽക്കും. ഏറ്റവും കൂടുതൽ ലോ സലൈനിറ്റി കാണിക്കുന്ന സീസ് പോളാർ റീജിയനിലാണ്. പോളാർ റീജിയനിലെല്ലാം തന്നെ സലൈനിറ്റി കുറവാണ്. കാരണം മഞ്ഞുരുകി ചേരുന്നത് കൊണ്ട്, ഗ്ലേഷ്യൽ മെൽറ്റ് ഉണ്ടാവുന്നത് കൊണ്ട്. അതുപോലെ തന്നെ എസ്റ്റ്യൂറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിവേഴ്സ് ഓഷ്യനിലോട്ട് കയറുന്ന സ്ഥലങ്ങൾ, അതിനാണ് എസ്റ്റ്യൂറി എന്ന് പറയുക. അതിൻ്റെ പ്രത്യേകത അവിടെ സെഡിമെൻറ്റ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ സെഡിമെൻറ്റ്സ് ഇല്ലാത്ത സംഭവമാണ് എസ്റ്റ്യൂറി എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റ്യൂറീസിൽ റിവേഴ്സ് ഓഷ്യനിൽ ചേരുന്ന സ്ഥലങ്ങളിലും സലൈനിറ്റി കുറവാണ്. അപ്പോൾ ലോകത്ത് 35 പാർട്സ് പെർ 1000 താഴെ സലൈനിറ്റി സ്ഥിരം രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് പോളാർ റീജിയൻസും എസ്റ്റ്യൂറീസും. ഇനി 2 പ്രധാനപ്പെട്ട സീകൾ, ബാൾട്ടിക് സീയും ബ്ലാക്ക് സീയും. അപ്പോൾ ബാൾട്ടിക് സീയിലും ബ്ലാക്ക് സീയിലും ലോവർ സലൈനിറ്റി രേഖപ്പെടുത്തുന്നത് അവിടേക്ക് റിവേഴ്സ് ചെന്ന് പതിക്കുന്നത് കൊണ്ടാണ്, ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് സീയും ബാൾട്ടിക് സീയും പിക്ചറിൽ കാണിച്ചു തരാം. ഇതാണ് ബ്ലാക്ക് സീ, ഇതാണ് ബ്ലാക്ക് സീ. അപ്പോൾ ബ്ലാക്ക് സീയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ അതേ ലാറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. എന്നിരുന്നാലും ബ്ലാക്ക് സീയിൽ സലൈനിറ്റി കുറവാണ്. റീസൺ എന്താണ്? ഇൻഫ്ലക്സ് ഓഫ് റിവേഴ്സ് ചെന്ന് പതിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അതേസമയം ബാൾട്ടിക് സീ ഇവിടെയാണ് ഇരിക്കുന്നത്, മുകളിലാണ് ബാൾട്ടിക് സീ ഇരിക്കുന്നത്. ബാൾട്ടിക് സീയിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത്? ഒന്ന് ഹയർ ലാറ്റിറ്റ്യൂഡിലാണ്. ഹയർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ റീജിയനോട് ചേർന്നാണ് ഇരിക്കുന്നത്. 2 റിവേഴ്സ് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സീസിലാണ് ലോ സലൈനിറ്റി രേഖപ്പെടുത്തുന്നത്, ബ്ലാക്ക് സീയും ബാൾട്ടിക് സീയും. ബ്ലാക്ക് സീയിൽ പൊസിഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സലൈനിറ്റി കൂടണം. കാരണം ലാറ്റിറ്റ്യൂഡ് മെഡിറ്ററേനിയൻ്റെ അതേ ലാറ്റിറ്റ്യൂഡാണ്. പക്ഷേ അവിടെ റിവേഴ്സിൻ്റെ ഇൻഫ്ലക്സ് കൊണ്ട്, റിവർ വന്ന് ഡ്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ബ്ലാക്ക് സീയുടെ സലൈനിറ്റി കുറയുന്നത്. എന്നാൽ ബാൾട്ടിക് സീ ഇരിക്കുന്നത് ഹയർ ലാറ്റിറ്റ്യൂഡിലാണ്, മഞ്ഞുരുകി ചെല്ലുന്ന സ്ഥലങ്ങളിലാണ്. അതുകൊണ്ടും അതുപോലെ തന്നെ ബാൾട്ടിക് സീയിലോട്ടും ഒരുപാട് നദികൾ, റിവേഴ്സ് വന്ന് ചേരുന്നതും കൊണ്ടാണ് ബാൾട്ടിക് സീയുടെ ടെമ്പറേച്ചർ അല്ല സലൈനിറ്റി കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഓഷ്യൻ്റെ കാര്യമാണ്. ഇന്ത്യൻ ഓഷ്യനിൽ എവിടെയാണ് സലൈനിറ്റി കൂടുതൽ? അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ സലൈനിറ്റി കൂടുതൽ അറേബ്യൻ സീക്കാണ്. എന്തുകൊണ്ടാണ്? അറേബ്യൻ സീക്കാണ് ഹൈ സലൈനിറ്റി. എന്തുകൊണ്ടാണ് അറേബ്യൻ സീക്ക് സലൈനിറ്റി കൂടുന്നത്? അവിടെ ഇവാപ്രേഷൻ കൂടുതലാണ്, എന്നാൽ വന്നു ചേരുന്ന റിവേഴ്സിൻ്റെ എണ്ണം കുറവാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, ഗോദാവരി, കാവേരി, ഇതെല്ലാം ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. അപ്പോൾ ബേ ഓഫ് ബംഗാളിലാണ് സലൈനിറ്റി കുറവ്.
അതിന് കാരണം മേജർ റിവേഴ്സ് എല്ലാം ചെന്ന് പതിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ സലൈനിറ്റി കൂടുതൽ അറേബ്യൻ സീയിലാണ്. കാരണം ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് കുറവാണ്, ഇവാപ്രേഷൻ കൂടുതലാണ്. എന്നാൽ അതേസമയം ബേ ഓഫ് ബംഗാളിൽ സലൈനിറ്റി കുറവാണ്. അറേബ്യൻ സീയിൽ സലൈനിറ്റി കൂടുതലാണ്. കാരണം ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് കുറവാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടെ ഇവാപ്രേഷൻ കൂടുതലാണ്. അതേസമയം ബേ ഓഫ് ബംഗാളിൽ സലൈനിറ്റി കുറവാണ്. കാരണം ബേ ഓഫ് ബംഗാളിലാണ് പ്രധാനപ്പെട്ട നദികളെല്ലാം ചെന്ന് പതിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സലൈനിറ്റി ആണ്. നമ്മൾ പറഞ്ഞു സമുദ്രത്തിൽ താഴോട്ടേക്ക് പോകുന്തോറും, ഓഷ്യനിൽ താഴോട്ടേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു എന്നാണ് നമ്മൾ കണ്ടത്. താഴോട്ടേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ സലൈനിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? വെർട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ സലൈനിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? സലൈനിറ്റി താഴോട്ട് പോകുമ്പോൾ ലോവർ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ, ലോവർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ റീജിയൻ, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റീജിയൻ, അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ റീജിയൻ, ഇതാണ് ലോവർ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ റീജിയൻ, ട്രോപ്പിക്കൽ റീജിയൻ, സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഇവിടെ സലൈനിറ്റി താഴോട്ടേക്ക് പോകുന്തോറും സലൈനിറ്റി കുറഞ്ഞു വരും. മുകളിലായിരിക്കും സലൈനിറ്റി കൂടുതൽ. എന്തുകൊണ്ടാണ്? അതായത് ഈ ചാർട്ടിൽ സലൈനിറ്റിയാണ് മുകളിൽ കാണിച്ചത്. ഇവിടേക്ക് പോകുന്നതോറും സലൈനിറ്റി കൂടുന്നു, ഇവിടെ സലൈനിറ്റി കുറയുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇത് ഡെപ്താണ് കാണിച്ചേക്കുന്നത്. താഴോട്ടേക്ക് പോകുന്നതോറും ഡെപ്ത് കൂടുന്നു, മുകളിൽ ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സലൈനിറ്റി ഈ സൈഡിലോട്ട് പോകുന്നതോറും കൂടുന്നു അല്ലേ, ഡെപ്ത് താഴോട്ട് പോകുന്നതോറും കൂടുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ ലോവർ ലാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ലോവർ ലാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വറ്റോറിയൽ, ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഈ റീജിയനുകളിൽ മുകളിൽ സലൈനിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ് മുകളിൽ സലൈനിറ്റി കൂടുന്നത്? കാരണം ഇവിടെ ഇവാപ്രേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇവാപ്രേഷൻ കാരണം ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ സോളാർ ഇൻസലേഷൻസ് കൂടുതലാണ്, അവിടെ ഇവാപ്രേഷൻ കൂടും. ഇവാപ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ സലൈനിറ്റി കൂടും. അപ്പോൾ ഓഷ്യൻ്റെ മുകളിൽ സലൈനിറ്റി കൂടുതലാണ് ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ. താഴോട്ടേക്ക് പോകുന്തോറും അവിടെ സലൈനിറ്റി കുറഞ്ഞ് വരും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഹയർ ലാറ്റിറ്റ്യൂഡാണ്. ഹയർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ റീജിയനാണ്. പോളാർ ആൻഡ് സബ് പോളാർ റീജിയൻസ്. ഈ പോളാർ സബ് പോളാർ റീജിയൻസിൽ നമുക്കറിയാം മുകളിൽ ഐസ് ഉരുകി ചേരുന്നുണ്ട്. ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ സലൈനിറ്റി എന്ത് ചെയ്യും? സലൈനിറ്റി കുറയും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ താഴോട്ടേക്ക് പോകുന്തോറും സലൈനിറ്റി കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാഫിങ്ങിനെ കാണിച്ചത്. ഇവിടെ സലൈനിറ്റി കുറവാണ് അല്ലേ, അത് താഴോട്ട് പോകുന്തോറും സലൈനിറ്റി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ പഠിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു താഴോട്ടേക്ക് പോകുന്തോറും സോളാർ ഇൻസലേഷൻസ് കുറയും. സോളാർ ഇൻസലേഷൻസ് കുറയുന്നതിനനുസരിച്ച് ഓഷ്യനിൽ ബോട്ടത്തിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറയും. പക്ഷേ സലൈനിറ്റി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സലൈനിറ്റിയുടെ കേസിൽ ലോവർ ലാറ്റിറ്റ്യൂഡ്സിലും ഹയർ ലാറ്റിറ്റ്യൂഡ്സിലും ഡിഫറൻസസ് ഉണ്ട്. ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ താഴോട്ടേക്ക് പോകുമ്പോൾ സലൈനിറ്റി കുറഞ്ഞു വരും. എന്നാൽ ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ താഴോട്ടേക്ക് പോകുന്തോറും സലൈനിറ്റി കൂടി വരും. ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ ഓഷ്യൻ സർഫസിൽ ഇവാപ്രേഷൻ നടക്കുന്നത് കൊണ്ട് ഓഷ്യൻ സർഫസിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ ഓഷ്യൻ സർഫസിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നത് കൊണ്ട് സലൈനിറ്റി കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി നമ്മൾ ടെമ്പറേച്ചർ അനുസരിച്ച് ഓഷ്യനെ 3 ലെയേഴ്സാക്കി തിരിച്ചു. അതുപോലെ തന്നെ നമുക്കിവിടെ 3 ലെയേഴ്സാക്കി തിരിക്കാം. നിങ്ങൾക്കിവിടെ കാണാം അപ്പർ ലെയർ. ഇതാണ് അപ്പർ ലെയർ എന്ന് പറയുന്നത്.
അതിൻ്റെ താഴെ ഹാലോക്ലൈൻ, നിങ്ങൾക്ക് കാണാം ഹാലോക്ലൈൻ, ഏറ്റവും താഴെ ഡീപ്പ് ലെയർ. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് ലെയർ ഡീപ്പ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹാലോക്ലൈൻ, ദെൻ മൂന്നാമത് സർഫസ് ലെയർ അല്ലെങ്കിൽ അപ്പർ ലെയർ. ഇനി ഹാലോക്ലൈനിൽ താഴോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അത് കൺഫ്യൂസിങ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു തെർമോക്ലൈനിലാണെങ്കിൽ റാപ്പിഡ്ലി ടെമ്പറേച്ചർ ഡിക്രീസസ് എന്ന് പറയാം. ഹാലോക്ലൈനിൽ ലോവർ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ റാപ്പിഡ്ലി ടെമ്പറേച്ചർ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഹാലോക്ലൈനിൽ ഓർത്തിരിക്കണം, ലോവർ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ റാപ്പിഡ്ലി ടെമ്പറേച്ചർ ഡിക്രീസസ്. എന്നാൽ അതേസമയം ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ ഹാലോക്ലൈനിൽ റാപ്പിഡ്ലി ടെമ്പറേച്ചർ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ ഹാലോക്ലൈനിൽ സലൈനിറ്റി പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ ഹാലോക്ലൈനിൽ സലൈനിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടെമ്പറേച്ചർ ആൻഡ് സലൈനിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത്. ടെമ്പറേച്ചർ സലൈനിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കണം, ഇന്ത്യൻ ഓഷ്യനിൽ സലൈനിറ്റി എവിടെയാണ് കൂടുതൽ? സലൈനിറ്റി അറേബ്യൻ സീയിലാണ് കൂടുതൽ. നമ്മൾ പറഞ്ഞു ബേ ഓഫ് ബംഗാളിൽ കുറവാണ്. അതിൻ്റെ കാരണങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ? ബേ ഓഫ് ബംഗാളിൽ ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് കൂടുന്നത് കൊണ്ടാണ് ബേ ഓഫ് ബംഗാളിൽ സലൈനിറ്റി കുറയുന്നത്. ഇത് ഓർത്തിരുന്നോളണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സലൈനിറ്റി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലോവർ ലാറ്റിറ്റ്യൂഡിൽ എങ്ങനെയാണ്, ഹയർ ലാറ്റിറ്റ്യൂഡിൽ എങ്ങനെയാണ്. ഇനി നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഓഷ്യനെ 3 ലെയേഴ്സായിട്ട് തിരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സലൈനിറ്റിയുടെ ബേസിസിൽ ഓഷ്യനെ നമുക്ക് 3 ലെയേഴ്സായിട്ട് തിരിക്കാം. ഇതാണ് സർഫസ് ലെയർ, ദെൻ ഇതാണ് ഹാലോക്ലൈൻ. ഹാലോ എന്ന് പറഞ്ഞാൽ സലൈനിറ്റി എന്നാണ് അർത്ഥം. ഇതാണ് ഡീപ്പ് ലെയർ. അപ്പോൾ 3 ലെയേഴ്സാണ് ഇവിടെ ഉള്ളത്: സർഫസ് ലെയർ, ഹാലോക്ലൈൻ ആൻഡ് ഡീപ്പ് ലെയർ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ പഠിച്ചു, താഴോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് തെർമോക്ലൈൻ എന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ ഹാലോക്ലൈൻ എന്ന റീജിയനിൽ സലൈനിറ്റി സഡൻലി ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. അത് നമുക്ക് ലാറ്റിറ്റ്യൂഡിനൽ വൈസേ പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ താഴോട്ടേക്ക് പോകുന്തോറും വിത്ത് ഡെപ്ത് ഇൻ ഹാലോക്ലൈൻ സലൈനിറ്റി റാപ്പിഡ്ലി ഡിക്രീസസ്. സലൈനിറ്റി റാപ്പിഡ്ലി ഡിക്രീസസ്. ഓക്കെ, അതായത് ഇൻ ലോവർ ലാറ്റിറ്റ്യൂഡ്സ് അറ്റ് ഹാലോക്ലൈൻസ് സലൈനിറ്റി റാപ്പിഡ്ലി ഡിക്രീസസ്. എന്നാൽ അതേസമയം ഇൻ ദി ഹയർ ലാറ്റിറ്റ്യൂഡ്സ് അറ്റ് ഹാലോക്ലൈൻ സലൈനിറ്റി റാപ്പിഡ്ലി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, തെർമോക്ലൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാണ്, ഇൻ തെർമോക്ലൈൻ ടെമ്പറേച്ചർ റാപ്പിഡ്ലി ഡിക്രീസസ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അത് ശരിയാണ്. അതേസമയം നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, ഇൻ ഹാലോക്ലൈൻസ് ഓൾവേസ് ടെമ്പറേച്ചർ ഡിക്രീസസ് റാപ്പിഡ്ലി എന്ന് തന്നാൽ തെറ്റാണ്. കാരണം ഹാലോക്ലൈനിൽ താഴോട്ടേക്ക് പോകുന്തോറും സലൈനിറ്റി കുറയുന്നത് എവിടെ മാത്രമാണ്? ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ മാത്രമാണ്. എന്നാൽ ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ ഹാലോക്ലൈനിൽ സലൈനിറ്റി റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തെർമോക്ലൈനിൽ ടെമ്പറേച്ചർ റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യും. അതേസമയം ഹാലോക്ലൈനിൽ സലൈനിറ്റി ഇൻക്രീസും ചെയ്യാം ഡിക്രീസും ചെയ്യാം. റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത് ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ്,
റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നത് ലോവർ ലാറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ ഹാലോ എന്ന് പറയുമ്പോൾ സലൈനിറ്റി എന്ന് ഓർക്കുക. പക്ഷെ അതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും സലൈനിറ്റി ഡിസ്ട്രിബ്യൂഷനുമാണ് പഠിച്ചത്. ഓഷ്യനിൽ ടെമ്പറേച്ചർ വെർട്ടിക്കലി ഹൊറിസോണ്ടലി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ സലൈനിറ്റി എങ്ങനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.